ദശകം 14 7-ാമത്തെ ശ്ലോകമാണ് ഇവിടെ ചൊല്ലാൻ പോണത്. അതിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ആ കർദമൻ ആ വിവാഹശേഷവും ദേവകാര്യങ്ങളിൽ ഭഗവാന്റെ പൂജകളിൽ മാത്രം മുഴുകി എന്ന് പറഞ്ഞു. ദേവഹൂതി മുഴുകിയിരുന്നു എന്ന് പറഞ്ഞു. ദേവഹൂതി കർദമൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞറിഞ്ഞ് ചെയ്തു. പതുക്കെ ദേവഹൂതിയിൽ അതീവ പ്രസന്നനായി ആ കർദമൻ എന്ന് പറഞ്ഞാണ് നിർത്തിയത്. ഈ ശ്ലോകം വായിച്ച അർത്ഥം പറയാം. സപുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുല സങ്കുലോ നവാത്മാ വ്യഹരദ്ദേവപദേഷു ദേവഹൂത്യ. ഇതിൽ പറയുന്നത് അദ്ദേഹം പിന്നീട് ത്വദുപാസന പ്രഭാത് നിന്തിരുവടിയുടെ ഉപാസനയുടെ പ്രഭാവം കൊണ്ട് ദയിത കാമകൃതേ ദയിത ആ പ്രിയപ്പെട്ടവൾ എന്നുവെച്ചാൽ ആ ദേവഹൂതി ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കൃതേ ഉണ്ടാക്കിയ വിമാനത്തിൽ ഭഗവാനെ സേവിച്ച് കിട്ടിയ പ്രഭാവത്തിൽ മനസ്സുകൊണ്ടുണ്ടാക്കിയ ആ വിമാനത്തിൽ വനിതാകുലം സ്ത്രീകളുടെ കൂട്ടം വനിതാകുല സങ്കുലോ നവാത്മാ സ്ത്രീകളുടെ കൂട്ടം തോടുകൂടി കർദമൻ ആ നവാത്മാ വ്യഹര ആ 9 രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 9 രൂപങ്ങൾ ധരിച്ചു എന്നും പറയാം. നവം ഒരു പുതിയ രൂപത്തിൽ അവതരിച്ചു എന്നും പറയാം. കൂടി ആ ദേവമാർഗങ്ങളിൽ കൂടി ആ ദേവഹൂതിയുടെ കൂടെ വിഹരിച്ചു നടന്നു. മനസ്സുകൊണ്ടുണ്ടാക്കിയ ആ വിമാനത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവളുടെ ഇഷ്ടത്തിന് വേണ്ടി ആ വിമാനത്തിൽ വിഹരിച്ചു നടന്നു. സപുന ആ കർദമൻ പിന്നീട് നിന്തിരുവടിയെ ഉപവസിച്ച് കിട്ടിയ പ്രഭാവം കൊണ്ട് കൃതേ വിമാനേ ആ കിട്ടിയ പ്രഭാവം കൊണ്ട് ആ ഉണ്ടാക്കിയ ആ വിമാനത്തിൽ 9 സ്വരൂപമെടുത്തിട്ട് അല്ലെങ്കിൽ 9 നവം എന്ന് പറഞ്ഞാൽ 9 സ്വരൂപം എടുത്തിട്ടെന്നും പറയാം. അല്ലെങ്കിൽ ഒരു പുതിയ ഒരു രൂപത്തിൽ ധരിച്ചും എന്നും പറയാം. ദേവഹൂതിയുടെ കൂടെ വിഹരിച്ച് നടന്നു. എല്ലാ വിമാനത്തിലാണെങ്കിൽ എല്ലാ കുളിക്കാനും പൂന്തോട്ടവും എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ആ വിമാനത്തിൽ ആ ഭഗവാന്റെ ആ കൃപ കൊണ്ട് വിഹരിച്ചു നടന്നു എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുന്നത്. സപുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ വിമാനേ വനിതാകുല സങ്കുലോ നവാത്മാ വ്യഹരദ്ദേവപദേഷു ദേവഹൂത്യ.